ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ടിനിയോട് ടിനിയും റിമി ടോമിയും കൂടെ വന്ന 5 സുന്ദരികൾ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു പെയറായിരുന്നു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് റിമി എന്നുണ്ടായോ അന്ന് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ പെങ്ങളാണെന്ന് ചോദിക്കും. ഒരു പ്രാവശ്യം ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ ഒരാൾ അതേ പെണ്ണുമ്പിള്ള ദുബായിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആര്? റിമിട്ടാണ്. അയ്യോ റിമി എൻ്റെ പെണ്ണുമ്പിള്ള ഭാര്യയൊന്നുമില്ല. ഇരിങ്ങാലക്കുടയിലൊരു വീട്ടിലിരിക്കുമ്പോൾ അവിടെ ആൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് 2 പള്ളിയിലച്ഛന്മാർ ടിനീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അവർ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്, ചെറായിന്ന് തന്നെയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 അച്ഛന്മാർ അവിടെ എത്തിയേക്കണം, ടീഷർട്ടും ജീൻസൊക്കെ ഇട്ടേക്കണം. അപ്പോൾ എന്നെ കണ്ട ഉടനെ എവിടെ ആളെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ആള്. അയ്യോ ഇയാളായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പാടുന്ന കുട്ടിയാന്ന്, ഞങ്ങൾ കുർബാന പോലും ക്യാൻസൽ ചെയ്തിട്ടാവുന്നു. അപ്പോൾ എന്നെ മൊത്തം അവസ്ഥ ഓർത്തേക്ക് ഞാൻ ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കാണാൻ വേണ്ടി വന്നത്, എന്നെ കണ്ടിട്ടൊരു മൈൻഡിൽ അവർക്ക് റിമി ടോമിനെ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ സംശയം തോന്നാറുണ്ട്. ഈ ശരിക്കും ടോമി എന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അതും കൂടി വന്നിരുന്നെങ്കിൽ പണിയാനെ ടിനി ടോമി റിമി ടോമി എന്നുള്ളത്. അപ്പോൾ യു ഷെയർഡ് സ്ക്രീൻ വിത്ത് ഒരുപാട് വലിയ ആക്ടേഴ്സിനോട് ഷെയർ ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വ്യൂവേഴ്സിന് ഒബ്വിയസ്ലി ഞങ്ങളുടെ മോഹൻലാൽ ഫാൻസ് ഉണ്ട്, മമ്മൂട്ടി ഫാൻസ് ഉണ്ട്. 2 പേരുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. 2 പേരും തമ്മിലുള്ള വ്യത്യസ്തമായ എക്സ്പീരിയൻസസ് എങ്ങനെയായിരുന്നു? അതെല്ലാവരും പറയുന്നതാണ്. എങ്കിലും ഞാൻ പേഴ്സണലായിട്ട് ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ലാലേട്ടൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ രാത്രി 12-1 മണി വരെയൊക്കെ നമ്മൾ ചിലപ്പോൾ കമ്പനി കൂടി ഇരിക്കും. പുള്ളിയും കാലത്ത് 7 മണിക്ക് റെഡി ആയിരിക്കും. നമ്മൾ 2 ദിവസം കോഞ്ഞാട്ടായി പോകും. ഇതെവിടെ നിന്ന് ഈ എനർജി വരുന്നൊന്നും അറിയില്ല. പിന്നെ സ്റ്റേജിൽ ഇപ്പം ഞാൻ സ്റ്റേജ് ഷോന് പോയിട്ടുണ്ട് പുള്ളിയുടെ ഇപ്പോൾ ഒരു 20 ദിവസം. സ്റ്റേജിലൊക്കെ പൊടി കിടക്കുന്നത് തുടക്കം വരെ ചെയ്യും പുള്ളി. ഒരു സ്റ്റാറാന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രസം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമ്മുടെ എഴുതി വെക്കും ഈ റിഹേഴ്സൽസൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ വൈറ്റ്സാണ് ഈ സായിപ്പന്മാരാണ് അവിടുത്തെ കംപ്ലീറ്റ് സ്റ്റേജ്. അവർ വേറൊരു രീതിയിലാണ് കംപ്ലീറ്റ്. അവർ റിഹേഴ്സൽ നടക്കുമ്പോൾ തന്നെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് അവരൊന്ന് നിൽക്കും. അപ്പോൾ ഞങ്ങളൊക്കെ റിഹേഴ്സൽ ചെയ്യാൻ ഉള്ളിൽ കയറി. എന്നിട്ട് ഈ ഹൂ ഈസ് അലയൽ എന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ടനെ പിടിച്ച് പുറത്ത് നിർത്തിയേക്കാണ്, കയറ്റിയിട്ടില്ല. ഒന്നും ഓർത്തേക്ക് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് പുള്ളി. അവിടെ എന്നെ മനസ്സിലായില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. വളരെ കോമഡി എടുത്തത്. എന്നെ ഒന്നും പറയാൻ ഒന്ന് കയറ്റി വിടാൻ പറ, ഞാനാണ് ഈ ഷോ നയിക്കുന്നത്, ഒന്നും പറയാമെന്ന് പറഞ്ഞ് അത് തമാശയായിട്ട് എടുക്കുക. പിന്നെ സെറ്റിൽ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഷൂട്ടിങ് നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ബാക്കിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒറ്റയടിക്കും. ഹൈ എന്ത് രസടാ പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ആൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഈ പ്രൊഡക്ഷനിൽ വഹിക്കുന്ന ചായ കൊടുക്കുന്ന ആളുടെ താടിയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ താടി ഇപ്പോഴും മേടിക്കാൻ കിട്ടും മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഏറ്റെടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു ഏരിയയിലേക്കാണ് പുള്ളി പോകുന്നത്. നേരെ ഇപ്പുറത്തെ വശം എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും 2 വശം ഉണ്ടെന്ന് പറയും. മമ്മൂക്കയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. ഒരു 5-6 പേരൊക്കെ ഉണ്ടാവും, 6 ഉണ്ടാവും. മറ്റേത് പുറത്ത് കൊച്ചാണ്, മമ്മൂക്കയുടെ ഉള്ളിലാണ് കുട്ടി. ചെന്ന ഉടനെ നമ്മൾ പോകുമ്പോൾ വിചാരിക്കും നമ്മൾ എന്തോ ആരോ തെറി പറയാൻ വന്നു. പുള്ളി എടുത്തിട്ട് ചിലപ്പോൾ വീഡിയോ ഗെയിം കളിക്കാനായിരിക്കും. ഇരിപ്പ് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഇതായിട്ടൊക്കെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഫുൾ ഗാഡ്ജറ്റ്സ് ആയിരിക്കും റൂമിൽ. ഇത് വേണമെങ്കിൽ നോക്കിയാൽ അതെ, ചെന്ന് കഴിയുമ്പോൾ നമ്മളായിട്ട് കളിപ്പിക്കും. ഇതുണ്ട് കോഡില്ലാത്ത സാധനം, പുതിയ വൈഫൈയുടെ സാധനം വന്നിട്ടുണ്ട്. അതായത് ബാഗിൽ വെക്കാം, USB ബാഗിലായിരിക്കും, ഹാർഡ് ഡിസ്ക് ബാഗിലായിരിക്കും. നമുക്ക് ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അപ്പോഴായിരിക്കും ഈ ടെക്നോളജി പുതിയത് നമുക്ക് അറിയാൻ പറ്റുന്നത്. പുള്ളിയുടെ ഒപ്പം ഇപ്പോൾ ഈ 10-30 ദിവസം ഉണ്ടെങ്കിൽ ഒരു 5 വർഷം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ക്യാമറ, ഇനി ഇവിടെ ഇറങ്ങാൻ പോകുന്ന ടെക്നോളജി, ചാനൽസ് എങ്ങനെയായിരിക്കും ഇപ്പോൾ, അതിന് വിത്തൗട്ട് കേബിൾ വരാൻ പോകുന്ന ബോക്സ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അപ്പോൾ തന്നെ പുള്ളി ഒരു വിക്കിപീഡിയയാണ്. 2 പേരും അത്ഭുതങ്ങളാണ് ലോകത്തിൽ. കാരണം 30 വർഷമായിട്ട് ഒരേപോലെ ഹീറോസായിട്ട് നിൽക്കുകയാണ് ഇവർ. അങ്ങനെ ലോക സിനിമയിൽ ആരുമില്ല. ഇപ്പോൾ രജനീകാന്ത് ഉണ്ട്, വർഷത്തിൽ 1 പടമേ ചെയ്യുന്നുള്ളൂ. ഇവർ 6-7 പടങ്ങൾ ഇൻഡസ്ട്രീനെ ഇങ്ങനെ നിർത്തുകയല്ലേ. വർക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഡയറക്ടറാണ്. നമ്മളൊരു വെള്ളം പോലെയാണ്. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചാൽ ഗ്ലാസ്സിലാവും, കലത്തിൽ വെച്ചാൽ കലത്തിലാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ അല്ലാതെ തോന്നിയ ഒരു ഡയറക്ടേഴ്സും ഇല്ല ശരിക്കും. പിന്നെ രഞ്ജിയേട്ടനാകുമ്പോൾ കുറച്ച് ചേട്ടൻ പറഞ്ഞു വരുന്ന പോലെ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അത് ഒരു പവറാണ്. അത് നമ്മുടെ അടുത്ത് ഇന്നതാന്ന് പറഞ്ഞാൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിൽ തെറിയായിട്ട് ഞാൻ ചാവും. അല്ലെങ്കിൽ ഞാൻ അത്രയും എല്ലാം വിട്ടിട്ട് നിൽക്കും. ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ വൈഫ് ചോദിക്കും ഇടയ്ക്കൊക്കെ വിളിച്ച് എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. നമ്മൾ വെയിലത്തൊക്കെ വെക്കുമ്പോഴായിരിക്കും പുള്ളിക്കാരിക്ക് എപ്പോഴും സംശയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞാൽ തെറി എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ബോർഡ് സാങ്ഷൻ തരാത്ത തെറികളാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിളിയൊന്നും വരില്ല. ഇപ്പോഴും നോക്കിയോ വൈഫിൻ്റെ വിളിയൊന്നും വരില്ല. ആദ്യമൊക്കെ സംശയമായിരുന്നു.
ഷൂട്ടിങ് എവിടെ ഇരിക്കുക, ഏത് പെണ്ണിൻ്റെ അടുത്തായിരിക്കും, എങ്ങനെ ഇരിക്കും എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവും. ആദ്യം ഈ ഒരു ഏരിയയിലുള്ള ആളല്ല കെട്ടിയത് ഞാൻ, അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെ സംശയങ്ങൾ, ശരിക്കും ചേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. അപ്പോൾ എൻ്റെ ഒരു തൊഴിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, എൻ്റെ വീട്ടുകാരും മനസ്സിലാക്കി. അപ്പോൾ ആ ഡയറക്ടറിനും എന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. ഇനിയും വരാൻ പോകുന്ന ഗ്രീൻ ആപ്പിൾ, ഓടും രാജ ആടും റാണി എന്ന് പറയുന്ന സിനിമ, ഇതിലൊക്കെ സെൻട്രൽ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. കൂടുതൽ കുറച്ചും കൂടെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം അതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാം. എൻ്റെ വീട്ടിലൊരു 10-15 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. അനൂപ് മേനോൻ വേണ്ടെന്ന് പറഞ്ഞ്, ജയസൂര്യ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ഞാൻ പോയി ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 1 വർഷം കൂടി ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കഥകളൊക്കെയാണ്. പിന്നെ കുറേ നമുക്ക് കൺവിൻസ്ഡ് ആവും, ഇത് എനിക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരിതാണെന്ന് അറിയും. ഇപ്പോൾ ഈ ഹൗസ്ഫുള്ള് തന്നെ എത്ര കാലഘട്ടം കഴിഞ്ഞാലും അത് പറയും, ടിനി ചെയ്ത ക്യാരക്ടർ. കുറേ പേര് ഇങ്ങനെ 4 മക്കളുള്ള ആൾക്കാർ, പ്രൊഡക്ഷൻ കൂടിയ കമ്പനികളൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ. 4 മക്കൾ 3 മക്കൾ, അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അതുപോലൊരു ഇത് വരണി വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു റിലീസായിട്ടുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കണം. അതിൽ കനിഹയാണ് ഹീറോയിനായിട്ട്, പ്രതാപോത്തനാണ്. അതും എനിക്കൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ കളർ ബലൂൺ എന്ന് പറഞ്ഞാൽ അത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആവുമെന്ന് എനിക്കറിയില്ല, ആവില്ല, എനിക്കറിയാം ആവില്ല എന്നുള്ള അറിയാം. പക്ഷേ ചാനലിൽ വരുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ആവും. ചാനൽ പുണ്യാളൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഏത് പൊട്ടിയ പടമാണെങ്കിലും ചാനലിൽ അടുത്ത ആഴ്ച ബ്ലോക്ക് ബസ്റ്റർ അഭിനയിച്ചാന്ന് പറയും. ഇതൊന്നും ഭയങ്കര സൂപ്പർ ഹിറ്റ് നിറഞ്ഞു ഓടുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നല്ല സിനിമകളാണ്. ടിനി ടോമിന് എന്നാണ് ഇനി ഒരു നാഷണൽ അവാർഡ് ലഭിച്ച് സ്ക്രീനിൽ നിന്നും തീർച്ചയായിട്ടും ഡിസപ്പിയർ ആവാൻ പോകുന്നത്? അങ്ങനെ ഒരുപാട് പേര് വന്ന് നാഷണൽ അവാർഡ് കിട്ടി പിന്നെ കാണാനേ ഇല്ലല്ലോ. എന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്? ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കൊടുങ്കാറ്റാവണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നും നിലനിൽക്കുന്ന മന്ദമാരുതനായാൽ മതി. ഈ കലയുടെ ഏതെങ്കിലും ഭാഗത്ത്, ഇപ്പോൾ ക്യാമറയുടെ പിന്നിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചായ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഫീൽഡാണ്. ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വക്കീലായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ആഗ്രഹമുള്ളൊരു സ്ഥലമല്ല അത്. ഒന്നാമത് ഒരിടത്തിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മിമിക്രിയിൽ വന്നത്. ആൾക്കാർ ചിരി, അവരെ സന്തോഷം കാണുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മൾ പറയുമ്പോൾ ചിരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ജന്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവാർഡൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അതായത് പ്രത്യേകിച്ച് മിമിക്രി എന്നൊക്കെ വന്നവർക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളതിൽ ആർക്കറിയില്ലായിരുന്നു. അവാർഡ് കിട്ടുന്നതിനേക്കാൾ നല്ലത് ആ ഒരു പേടിയാണ് നല്ലത്. ഇനി ഇവന് കിട്ടുമോ? കാരണം ഇവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കസേരയൊക്കെ ഇട്ട് തുടങ്ങി പലരും. മോനെ ഇരിക്കും, ഇനി പറയാൻ പറ്റില്ല. കാരണം അവരാണ് നമുക്ക് അത്, ഞാൻ അങ്ങനെ എടുക്കുന്നത്. കാരണം എനിക്ക് അവിടെ ചെന്നാലൊരു ഈ സ്ഥാനം ഉള്ളിലിതാണ്, ഇനി ഇവനായിരിക്കും അടുത്തത് നാഷണൽ അവാർഡ് ഇടുന്നത്. അപ്പോൾ അവരൊക്കെ നമുക്കാണ് പ്ലസ് ചെയ്തിട്ട്, അവർക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. നാഷണൽ അവാർഡൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അത് ഇനിയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്ത സ്റ്റാർ ജാമിലാവാം അല്ലേ? സ്റ്റാർ ജാമും മാതൃഭൂമിയൊക്കെ എന്നും ഉണ്ടല്ലോ. അതെ, ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല, ഞാൻ സംസാരിക്കുകയാണ്, എൻ്റെ ഉള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളൂ. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചോദ്യോത്തരം, ഞാൻ തന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ ഓഡിയൻസാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും നെറ്റിലാണെങ്കിലും അവർക്കൊരു വിശ്വാസമുണ്ട്, ഇവൻ വൃത്തിയോട് പറയില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ താൽക്കാലികമായിട്ടാണ് വിട പറയാറ്. ഞാൻ ഇനി വീണ്ടും ഞാൻ മിനി സ്ക്രീനിലാണെങ്കിൽ സ്റ്റേജിലും ഒരിക്കലും അവിടെ നിന്ന് വിട പറയാൻ താല്പര്യമില്ല. അപ്പോൾ ഇത്രയും കാലം തന്ന പ്രോത്സാഹനം വീണ്ടും തന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്. ബൈ. Thank you so much for coming to Star Jam. All the best. See you soon.